ഹേയ് കൂട്ടുകാരെ, നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് മാക്സിംസ് ഓഫ് ടീച്ചിങ്. എന്താണ് മാക്സിംസ് ഓഫ് ടീച്ചിങ്? ഒരു ടീച്ചർ പഠിപ്പിക്കുന്ന സമയത്ത്, ടീച്ചിങ്ങിന്റെ സമയത്ത് ചില ലോസ് അല്ലെങ്കിൽ ചില നിയമങ്ങൾ പാലിക്കേണ്ടതുണ്ട്. അവയാണ് മാക്സിംസ് ഓഫ് ടീച്ചിങ് എന്ന് അറിയപ്പെടുന്നത്. എന്തൊക്കെയാണെന്ന് വൺ ബൈ വൺ നോക്കാം. ആദ്യത്തേത് പ്രൊസീഡ് ഫ്രം നോൺ ടു അൺനോൺ. അതായത് അറിയുന്ന കാര്യങ്ങൾ ആദ്യം പഠിപ്പിക്കുക അല്ലെങ്കിൽ അവിടുന്ന് തുടങ്ങുക, എന്നിട്ട് അറിയാത്ത കാര്യങ്ങളിലേക്ക് പോവുക. അതായത് ജിയോവാട്രിക് നഴ്സിംഗിന്റെ ക്ലാസ് ആണെങ്കിൽ ടീച്ചർ കുട്ടികളോട് ഈ ഒരു മുതിർന്നവരുടെ അല്ലെങ്കിൽ ഓൾഡ് ഏജ് ആയിട്ടുള്ള ആൾക്കാരുടെ ആവശ്യതകൾ, നീഡ്സ് എന്തൊക്കെയാണെന്ന് നിങ്ങളുടെ എക്സ്പീരിയൻസ് വെച്ച് പറയാൻ വേണ്ടിയിട്ട് പറയുക. അതിനുശേഷം ജിയോവാട്രിക് നഴ്സിംഗിന്റെ ക്ലാസ്സിലേക്ക് കടക്കുക. രണ്ടാമത്തേത് പ്രൊസീഡ് ഫ്രം കോൺക്രീറ്റ് ടു അബ്സ്ട്രാക്ട്. കാണുന്നതും ഹാൻഡിൽ ചെയ്യുന്നതുമായിട്ടുള്ള കാര്യങ്ങളാണ് കുട്ടികൾ ആദ്യം പഠിക്കുക. അപ്പോൾ സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഇല്ലുസ്ട്രേഷൻ ഉണ്ടെങ്കിൽ ഓരോ കാര്യങ്ങൾ കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് എളുപ്പമായിരിക്കും. സെറിബ്രോവാസ്കുലർ ആക്സിഡന്റിന്റെ ക്ലാസ് ആണ് എടുക്കുന്നതെങ്കിൽ ആദ്യം ഈ ഒരു അനാട്ടമി ഓഫ് ബ്രെയിൻ കാണിക്കാൻ വേണ്ടിയിട്ട് സ്പെസിമെൻ അല്ലെങ്കിൽ മോഡൽ എടുക്കുക. അതിനുശേഷം ഇതിന്റെ ഇമ്പൾസ്, അതായത് അഫോവന്റ് ഇമ്പൾസും എഫോവന്റ് ഇമ്പൾസും ഒക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് ഡയഗ്രാം യൂസ് ചെയ്യുക. ഇതിൽ ഈ ഒരു സ്പെസിമെൻ മോഡൽ എന്നൊക്കെ പറയുന്നത് കോൺക്രീറ്റ് ആസ്പെക്ട്സ് ആണ്. ഈ ഒരു ഡയഗ്രാം എന്ന് പറയുന്നത് അബ്സ്ട്രാക്ട് ആസ്പെക്ട് ആണ്. മൂന്നാമത്തേത് പ്രൊസീഡ് ഫ്രം സിമ്പിൾ ടു കോംപ്ലക്സ്. അതായത് ടീച്ചർ ക്ലാസ് എടുക്കുമ്പോൾ ആദ്യം സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ക്ലാസ് എടുക്കുക, പിന്നീട് കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് കടക്കുക. ഫോർ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ പീഡിയാട്രിക് നഴ്സിംഗിന്റെ ക്ലാസ് ആണെങ്കിൽ ആദ്യം അഡൾട്ട് നഴ്സിംഗും ചൈൽഡ് ഹെൽത്ത് നഴ്സിംഗും തമ്മിലുള്ള ഡിഫറൻസിൽ തുടങ്ങിയിട്ട് ക്ലാസ് ആരംഭിക്കുക. അടുത്തത് പ്രൊസീഡ് ഫ്രം ഈസി ടു മോർ ഡിഫിക്കൽട്ട്. അതായത് ആദ്യം ഈസി ഉള്ളത് എടുക്കുക, പിന്നീട് ഡിഫിക്കൽട്ടിലേക്ക് കടക്കുക. ഇപ്പോഴേ ലിവർ സോഴ്സസിന്റെ ക്ലാസ് ആണ് എടുക്കാൻ പോകുന്നതെങ്കിൽ ആ ഒരു ടോപ്പിക്കിനെ ഡിഫറെന്റ് ആസ്പെക്ട്സുകളിലേക്ക് തരംതിരിക്കുക. അതായത് ആ ഒരു ഡിഫിക്കൽട്ടീന്റെ ഓർഡറിൽ നോക്കുകയാണെങ്കിൽ ഡെഫിനിഷൻ, പിന്നെ ക്ലാസിഫിക്കേഷൻ, പിന്നെ എത്തിയോളജി, പിന്നെ പാത്തോളജി, പിന്നെ പാത്തോജിനിസിസ്, അതുപോലെ. അടുത്തത് പ്രൊസീഡ് ഇൻഡക്റ്റീവ്ലി. ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ട് ക്ലാസ് എടുക്കുകയാണെങ്കിൽ അതിനു മുമ്പ് തന്നെ അതിന് അനുയോജ്യമായിട്ടുള്ള ഒരു എക്സാമ്പിൾ സ്റ്റേറ്റ് ചെയ്തിട്ട് വേണം ക്ലാസ് എടുക്കാൻ തുടങ്ങാൻ. ഇപ്പോഴേ ആംബ്യൂട്ടേഷന്റെ ക്ലാസ് ആണെങ്കിൽ ആദ്യം സ്റ്റാർട്ട് ചെയ്യേണ്ടത്, നിങ്ങളുടെ വീട്ടിലൊരു റോസാപ്പൂവുണ്ട്, ആ ഒരു റോസാപ്പൂവിന്റെ ഒരു കൊമ്പിൽ ഒരു ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഫംഗസ് വന്നിട്ടുണ്ട്. അപ്പോഴും നിങ്ങൾ എന്താണ് ചെയ്യുക? അപ്പോൾ കുട്ടികൾ പറയും ആ ഒരു കൊമ്പ് വെട്ടിക്കളയുന്നത്. എന്നിട്ടും ടീച്ചർ പറയും ഇനി ഈ ഒരു ചെടിയുടെ സ്ഥാനത്ത് ഒരു മനുഷ്യനാണെങ്കിലോ, മനുഷ്യന്റെ ഒരു ഭാഗത്ത് ഒരിക്കലും ട്രീറ്റ് ചെയ്ത് മാറ്റാൻ പറ്റാത്ത മനുഷ്യന് ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ഇൻഫെക്ഷൻ ബാധിക്കുകയാണ്. ഈ ഒരു സിറ്റുവേഷനിൽ ആ ഒരു ലിംബ്, അതായത് കാലോ കയ്യോ വെട്ടിക്കളയും. ഇതിനെയാണ് ആംബ്യൂട്ടേഷൻ എന്ന് വിളിക്കുന്നത്. ഇതുപോലെ ക്ലാസ്സുകൾ ആരംഭിക്കുക. ഇനി അടുത്തതാണ് പ്രൊസീഡ് ഫ്രം ജനറൽ ടു സ്പെസിഫിക്. അതായത് ഒരു ടോപ്പിക് എടുക്കുകയാണെങ്കിൽ ആ ഒരു ടോപ്പിക്കിന്റെ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ ആദ്യം പറയുക, പിന്നീട് സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് കടക്കുക. ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിനെ പറ്റിയിട്ട് പഠിപ്പിക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ മൃഗങ്ങളിലും ചെടികളിലും ഒക്കെ ഉണ്ടാവുന്ന യൂണിവേഴ്സൽ ആയിട്ടുള്ള ഫിനോമിനാസിനെ പറ്റിയിട്ട്, അതായത് ഗ്രോത്ത് റിലേറ്റഡ് ഫിനോമിനാസിനെ പറ്റിയിട്ട് ക്ലാസ് എടുക്കുക. പിന്നീട് മനുഷ്യന്മാരിലുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ഈ ഒരു ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിന്റെ ഫീച്ചേഴ്സ് പറയുക. ഇനി അടുത്തത്, ചില കേസുകളിൽ ഇതേ കാര്യം തിരിച്ചും വരാം. അതായത് പ്രൊസീഡ് ഫ്രം സ്പെസിഫിക് ടു ജനറൽ. ആദ്യം സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുക, പിന്നീട് ജനറൽ ആയിട്ടുള്ള കാര്യത്തിലേക്ക് കടക്കുക. എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ബോഡി ബിൽഡിങ്ങിലും ഒപ്പയോയിലും പ്രോട്ടീൻ്റെ റോള് നോക്കിയതിന് ശേഷം ജനറൽ ആയിട്ടുള്ള അണ്ടർ ന്യൂട്രീഷന്റെ കോസസ് പിക്ചേഴ്സ്, കുട്ടികളുടെ പിക്ചേഴ്സ് കാണിച്ചിട്ട് ഈ ഒരു കുട്ടികളെ പഠിപ്പിക്കുക. ഇനി അടുത്തതാണ് പ്രൊസീഡ് ഫ്രം ഇൻഡെഫിനിറ്റ് ടു ഡെഫിനിറ്റ്. ഈ ഒരു തുടക്ക സമയത്തൊക്കെ കുട്ടികൾക്ക് ഓരോ കാര്യത്തെ പറ്റിയിട്ട് വളരെ ഇൻഡെഫിനിറ്റ് ആയിട്ടുള്ള ഐഡിയാസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ ടീച്ചർ വേണം ഈ ഒരു ഐഡിയാസിനെ ഡെഫിനിറ്റ് ആക്കിയിട്ട് മാറ്റാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ട് പലതരത്തിലുള്ള ഏവിയേഡ്സ്, അതിന് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഏവിയേഡ്സും മറ്റ് സ്ട്രാറ്റജീസും ഒക്കെ യൂസ് ചെയ്യണം. എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഇയർ നഴ്സിംഗ് സ്റ്റുഡൻസിന് നഴ്സിംഗിനെ പറ്റിയിട്ട് വലിയ ഡെഫിനിറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള നോളജ് ഒന്നും ഉണ്ടാകില്ല. അപ്പോഴവർക്ക് ഈ ഒരു നഴ്സിംഗിന്റെ ഡെഫിനിഷൻ എന്താണ്, ഇതിന്റെ റോൾ എന്താണ്, ഇതിന്റെ ക്വാളിറ്റീസ് എന്താണ്, ഇതിന്റെ ഹിസ്റ്ററി എന്താണ് ഇതിന്റെ നല്ല വശങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക. ഇനി അടുത്തത് പ്രൊസീഡ് ഫ്രം എംപിരിക്കൽ ടു റാഷണൽ. എംപിരിക്കൽ നോളജ് എന്ന് പറയുന്നത് നമ്മൾ കണ്ടും എക്സ്പീരിയൻസും ചെയ്തൊക്കെ കിട്ടുന്ന നോളജാണ് എംപിരിക്കൽ നോളജ്. ഓക്കെ, ഇതിന് പ്രത്യേകിച്ച് ഒരു സയന്റിഫിക് ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഉണ്ടാകില്ല. റാഷണൽ നോളജ് ആണെങ്കിൽ സയന്റിഫിക് നോളജിൽ ബിൽഡ് ചെയ്തിട്ടുള്ള സംഭവമാണ്. ഫോർ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ നമ്മൾ പനി വരുമ്പോൾ ഒരു നനഞ്ഞ തുണിയൊക്കെ വെച്ചിട്ട് വൈപ്പ് ചെയ്യുന്നുള്ളത് ഒരു
എംപിരിക്കൽ നോളജാണ്. പക്ഷെ അത് എന്തുകൊണ്ടാണ് വൈപ്പ് ചെയ്യുന്നത്, അതിന്റെ പിന്നിലുള്ള സയന്റിഫിക് നോളജ് എന്താണെന്ന് പറഞ്ഞു കൊടുക്കുന്നത് റാഷണൽ നോളജാണ്. ഇനി അടുത്തത് പ്രൊസീഡ് ഫ്രം ഹോൾ ടു പാർട്സ്. ആദ്യം തന്നെ മുഴുവനായിട്ടുള്ള കാര്യം പറയുക, പിന്നീട് പാർട്ടായിട്ട് നോക്കുക. ഓസ്റ്റോളജി പഠിക്കുന്ന സമയത്ത് അനാട്ടമി ടീച്ചർ ആദ്യം ഈ ഒരു സ്കെൽറ്റൽ സിസ്റ്റം മുഴുവനായിട്ട് പറയണം. എത്ര ബോൺസ് ഉണ്ട്, ഏതൊക്കെയാണ് ബോൺസ്, ഏതൊക്കെയാണ് സിസ്റ്റം, അങ്ങനെ പറഞ്ഞു കൊടുക്കുക. പിന്നീട് ഓരോരോ ബോണുകളായിട്ട് അതിന്റെ റിലേഷനും അതിന്റെ മറ്റുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക. ഇനി ചില സാഹചര്യങ്ങളിൽ നേരെ തിരിച്ചും വരാം, അതായത് പ്രൊസീഡ് ഫ്രം പാർട്സ് ടു ഹോൾ. ഇപ്പോൾ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ കെമിക്കൽ ഡിസിൻഫെക്റ്റന്റിന്റെ ക്വാളിറ്റീസ് പറയുകയാണെങ്കിൽ 1 by 1 ആയിട്ട് ഓരോന്ന് പറഞ്ഞിട്ട് പോകും, എക്സ്പ്ലെയിൻ ചെയ്തിട്ട്. എന്നിട്ട് അവസാനം എല്ലാം കൂടി എല്ലാ ക്വാളിറ്റീസും കൂടി ഒരുമിച്ചിട്ട് പറയും. ഇനി അടുത്തത് പ്രൊസീഡ്സ് ഫ്രം അനാലിസിസ് ടു സിന്തസിസ്. അനാലിസിസ് എന്ന് പറയുന്നത് ഒരു പ്രശ്നത്തെ അല്ലെങ്കിൽ പ്രോബ്ലത്തിനെ പാർട്ടാക്കിയിട്ട് ബ്രേക്ക് ചെയ്യുന്നതിനെയാണ് പറയുന്നത്. സിന്തസിസ് എന്ന് പറയുമ്പോൾ ഇതിന്റെ നേരെ തിരിച്ച്, അതായത് ഈ ഒരു ബ്രേക്ക് ചെയ്ത കാര്യങ്ങൾ അല്ലെങ്കിൽ പാർട്സിനെ എല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് ഒരു പുതിയ ഒരു ഹോൾ ആയിട്ടുള്ള ഒരു തിങ് ആയിട്ട്, അതായത് മുഴുവനായിട്ടുള്ള ഒരു സാധനമാക്കിയിട്ട് മാറ്റുന്നത്. അതായത് ടീച്ചർ നഴ്സിംഗ് സ്റ്റുഡൻസിനെ കാർഡിയാക് അറസ്റ്റിന്റെ ഡിഫറെന്റ് ആസ്പെക്ട്സ് പഠിപ്പിച്ചു കൊടുക്കും. ഈ ഒരു സാഹചര്യം നേരിടുമ്പോൾ, അതായത് ഒരു കാർഡിയാക് അറസ്റ്റ് പേഷ്യന്റ് നമ്മുടെ കയ്യിൽ കിട്ടുന്ന സമയത്ത് ഈ ഒരു ഡിഫറെന്റ് ആസ്പെക്റ്റിൽ നിന്ന് ഈ ഒരു പെർട്ടിക്കുലർ സിറ്റുവേഷൻ എന്താണ് വേണ്ടത് അത് സിന്തസിസ് ചെയ്തെടുത്തിട്ട് ഈ ഒരു രോഗിയെ റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു കുട്ടികൾ ശ്രമിക്കും. അടുത്തത് പ്രൊസീഡ്സ് ഫ്രം ഓവർവ്യൂ ടു ഡീറ്റെയിൽസ്. അതായത് ഒരു ടോപ്പിക്കിലൊക്കെ ടീച്ചർ ക്ലാസ് എടുക്കുന്ന സമയത്ത് ആ ഒരു ടോപ്പിക്കിനെ പറ്റിയുള്ള ഒരു ഓവർവ്യൂ കൊടുക്കുക കുട്ടികൾക്ക്, എന്നിട്ട് അതിന്റെ ഡീറ്റെയിൽസിലേക്ക് കടക്കുക. ഫോർ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ സിസേറിയന് ആവശ്യമായിട്ടുള്ള സർജിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ആണ് പഠിപ്പിച്ചു കൊടുക്കുന്നതെങ്കിൽ ആദ്യം എന്തൊക്കെ ഇൻസ്ട്രുമെന്റ്സ് ടോട്ടലായിട്ട് വേണമെന്ന് പറഞ്ഞു കൊടുക്കുക. പിന്നീട് ഓരോരോ ഇൻസ്ട്രുമെന്റ്സിനെ ഡീറ്റെയിൽസ് ആയിട്ട് പഠിപ്പിക്കുക. അതായത് ഇപ്പോഴെന്തൊക്കെയാണ് യൂസസ്, എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യേണ്ടത് എന്നൊക്കെ. അടുത്തത് പ്രൊസീഡ് ഫ്രം ഒബ്സർവേഷൻ ടു റീസണിങ്. അതായത് ടീച്ചർ കുട്ടികൾക്ക് ഓരോ കാര്യങ്ങൾ കാണാനും പിന്നെ പെർട്ടിക്കുലർ ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്ത് കിടക്കുന്ന അല്ലെങ്കിൽ ഇൻവോൾവ് ചെയ്തിട്ടുള്ള ഫാക്ടേഴ്സിനെ നോട്ടീസ് ചെയ്യാനുള്ള അവസരം ഒരുക്കി കൊടുക്കണം. അതായത് ഒരു പീഡിയാട്രിക് വാർഡിലാണെങ്കിൽ ടീച്ചർ കുട്ടികൾക്ക് ഒരു ഡെവലപ്മെന്റൽ ഡിലേ ഉള്ള, അതായത് വളർച്ചയ്ക്ക് താമസിക്കുന്ന ഒരു 10 മാസമുള്ള കുട്ടിയെ കാണാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി, അതായത് അവസരം ഉണ്ടാക്കി കൊടുത്തതിന് ശേഷം ഇതിന്റെ ബാക്കി ഡീറ്റെയിൽസിലേക്ക് കടക്കുക. അതായത് ഇതിനുള്ള കാരണം എന്താണെന്ന് ചോദിക്കുക, ഇതിനെ പറ്റിയിട്ടുള്ള എക്സ്പ്ലനേഷൻ നൽകുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇനി അടുത്തത് പ്രൊസീഡ് ഫ്രം സൈക്കോളജിക്കൽ ടു ലോജിക്കൽ. സൈക്കോളജിക്കൽ എന്ന് പറയുന്നത് സ്റ്റുഡന്റ് സെന്റേർഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതായത് കൺസേൺ വിത്ത് റിസെപ്റ്റീവ്നെസ് ഓഫ് സ്റ്റുഡൻസ് എത്രത്തോളം അതിനെ ക്യാപ്ചർ ചെയ്യുന്ന, റിയാക്ഷൻ ഓഫ് സ്റ്റുഡന്റ്, റീകോളിംഗ് എബിലിറ്റി ഓഫ് സ്റ്റുഡൻസ്, ലിസണിങ് ടു സ്റ്റുഡൻസ് നീഡ്സ്, അതുപോലുള്ള കാര്യങ്ങൾ. ലോജിക്കൽ എന്ന് പറയുന്നത് ടീച്ചർ സെന്റേർഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പോഴേ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഒരു ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസിന് ഡൈയിങ് പേഷ്യന്റെ കെയർ ആണ് പഠിപ്പിക്കുന്നതെങ്കിൽ കുട്ടികളുടെ സൈക്കോളജിക്കൽ സ്റ്റാറ്റസും മെച്യൂരിറ്റി ഓഫ് സ്റ്റുഡൻസും ഒക്കെ കൺസിഡറേഷനിൽ എടുത്തിട്ട് ഈ ഒരു നോൺ ത്രെറ്റനിങ് ആയിട്ടുള്ള രീതിയിൽ വേണം ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കൂട്ടുകാരെ, മിസ്റ്റർ നഴ്സ് മംഗ്ലീഷിന്റെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. താങ്ക്